ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇനി വരുന്ന എല്ലാ PSC എക്സാമുകൾക്കും മലയാളത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 35 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ധാത്രി എന്ന പദത്തിനർത്ഥം വളർത്തമ്മ. ധാത്രി, വളർത്തമ്മ. അടുത്ത ചോദ്യം, നളിനി എന്ന വാക്കിനർത്ഥം താമരപ്പൊയ്ക. നളിനി, താമരപ്പൊയ്ക. അടുത്ത ചോദ്യം, പാദം മുതൽ ശിരസ്സു വരെ എന്നതിന് തുല്യമായത് ആപാദചൂഡം. പാദം മുതൽ ശിരസ്സു വരെ, ആപാദചൂഡം. അടുത്ത ചോദ്യം, ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ആരുടേതാണ് ഈ വരികൾ? വള്ളത്തോൾ. ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ഈ വരികൾ വള്ളത്തോളിൻ്റെതാണ്. അടുത്ത ചോദ്യം, ബദറുൽ മുനീർ എന്ന ഖണ്ഡകാവ്യം രചിച്ചത് ആര്? മൊയ്ൻകുട്ടി വൈദ്യർ. ബദറുൽ മുനീർ എന്ന ഖണ്ഡകാവ്യം രചിച്ചത് മൊയ്ൻകുട്ടി വൈദ്യർ. അടുത്ത ചോദ്യം, ഗ്രഹിക്കുന്നയാൾ എന്നതിന് ഒറ്റപ്പദം ഗ്രാഹകൻ. ഗ്രഹിക്കുന്നയാൾ ഗ്രാഹകൻ. പറയുന്നയാൾ വക്താവ്. കേൾക്കുന്നയാൾ ശ്രോതാവ്. ഒരു രോഗാണ് ഗ്രഹണി. അടുത്ത ചോദ്യം, ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പാടിയത് കുഞ്ചൻ നമ്പ്യാർ. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പാടിയത് കുഞ്ചൻ നമ്പ്യാർ. അടുത്ത ചോദ്യം, മനസാസ്മരാമി ആരുടെ ആത്മകഥയാണ്? എസ് ഗുപ്തൻ നായർ. മനസാസ്മരാമി എസ് ഗുപ്തൻ നായരുടെ ആത്മകഥയാണ്. അടുത്ത ചോദ്യം, അർദ്ധരാത്രിക്ക് കുട പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അനാവശ്യമായ ആഡംബരം കാണിക്കുക. അർദ്ധരാത്രിക്ക് കുട പിടിക്കുക, അനാവശ്യമായ ആഡംബരം കാണിക്കുക. അടുത്ത ചോദ്യം, മണ്ടൂകം എന്ന വാക്കിനർത്ഥം തവള. മണ്ടൂകം, തവള. അടുത്ത ചോദ്യം, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. ആരുടെ വരികൾ? കുഞ്ചൻ നമ്പ്യാർ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. ഈ വരികൾ കുഞ്ചൻ നമ്പ്യാരുടേതാണ്. അടുത്ത ചോദ്യം, കേരള പാണിനീയത്തിലെ വിഭക്തികൾ 7. കേരള പാണിനീയത്തിലെ വിഭക്തികളുടെ എണ്ണം 7. അടുത്ത ചോദ്യം, ആൽ എന്ന പ്രത്യയം ഏത് വിഭക്തിയുടേതാണ്? പ്രയോജിക. ആൽ എന്ന പ്രത്യയം പ്രയോജിക വിഭക്തിയുടേതാണ്. നിർദ്ദേശികയ്ക്ക് പ്രത്യയങ്ങളൊന്നുമില്ല. ആധാരികയുടെ പ്രത്യയങ്ങളാണ് ഇൽ, കൽ. സംബന്ധികയുടെ പ്രത്യയങ്ങളാണ് ഇൻ്റെ, ഉടേ. അടുത്ത ചോദ്യം, ഇൽ, കൽ എന്നിവ പ്രത്യയമായ വിഭക്തി ആധാരിക. ഇൽ, കൽ എന്നിവ പ്രത്യയമായ വിഭക്തി ആധാരിക. സംയോജികയുടെ പ്രത്യയമാണ് ഓട്. സംബന്ധികയുടെ പ്രത്യയങ്ങളാണ് ഇൻ്റെ, ഉടേ. നിർദ്ദേശികയ്ക്ക് പ്രത്യയങ്ങളൊന്നും ഇല്ല. അടുത്ത ചോദ്യം, രാമേശ്വരത്തെ ക്ഷൗരം എന്ന ശൈലിയുടെ അർത്ഥം പൂർത്തിയാകാത്ത കാര്യം. രാമേശ്വരത്തെ ക്ഷൗരം, പൂർത്തിയാകാത്ത കാര്യം. അടുത്ത ചോദ്യം, രൂപഭദ്രതാ സിദ്ധാന്തത്തിൻ്റെ അവതാരകനാര്? ജോസഫ് മുണ്ടശ്ശേരി. ഈ ചോദ്യം അധികം അങ്ങനെ കേട്ടിട്ടില്ല. രൂപഭദ്രതാ സിദ്ധാന്തത്തിൻ്റെ അവതാരകൻ ആര്? ജോസഫ് മുണ്ടശ്ശേരി. അടുത്ത ചോദ്യം, ഉരുളയ്ക്ക് ഉപ്പേരി എന്ന ശൈലിയുടെ അർത്ഥം തക്ക മറുപടി. ഉരുളയ്ക്ക് ഉപ്പേരി, തക്ക മറുപടി. അടുത്ത ചോദ്യം, ലംഘിക്കാനാവാത്ത അഭിപ്രായം എന്നർത്ഥമുള്ളത് വേദവാക്യം. ലംഘിക്കാനാവാത്ത അഭിപ്രായം വേദവാക്യം.
അടുത്ത ചോദ്യം, എക്സ്ക്ലമേഷൻ മാർക്ക് എന്നതിൻ്റെ ശരിയായ പരിഭാഷ. വിക്ഷേപിണി. എക്സ്ക്ലമേഷൻ മാർക്ക് വിക്ഷേപിണി. എ പ്രത്യയമായ വിഭക്തി പ്രതിഗ്രാഹിക. എ പ്രത്യയമായ വിഭക്തി പ്രതിഗ്രാഹിക. നിർദ്ദേശികയ്ക്ക് പ്രത്യയങ്ങളില്ല. സംയോജികയുടെ പ്രത്യയമാണ് ഓട്. ആധാരികയുടെ പ്രത്യയങ്ങളാണ് ഇൽ, കൽ. വൃത്താന്ത പത്രപ്രവർത്തനം ആരുടെ കൃതിയാണ്? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള. വൃത്താന്ത പത്രപ്രവർത്തനം ആരുടെ കൃതിയാണ്? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള. അടുത്ത ചോദ്യം, വ്യാഴദശ എന്ന ശൈലിയുടെ അർത്ഥം. ഭാഗ്യകാലം. വ്യാഴദശ ഭാഗ്യകാലം. അടുത്ത ചോദ്യം, കണ്ണിൽ പൊടിയിടുക എന്ന ശൈലിയുടെ അർത്ഥം വഞ്ചിക്കുക. കണ്ണിൽ പൊടിയിടുക, വഞ്ചിക്കുക. അടുത്ത ചോദ്യം, കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? പി കുഞ്ഞിരാമൻ നായർ. കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ്. അടുത്ത ചോദ്യം, കിണറ്റിലെ തവള എന്ന ശൈലിയുടെ അർത്ഥം. ലോകപരിജ്ഞാനം കുറഞ്ഞ വ്യക്തി. കിണറ്റിലെ തവള ലോകപരിജ്ഞാനം കുറഞ്ഞ വ്യക്തി. അടുത്ത ചോദ്യം, കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ തകഴി. കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ തകഴി. അടുത്ത ചോദ്യം, സഹ്യൻ്റെ മകൻ എന്ന പ്രസിദ്ധമായ കവിത എഴുതിയത് വൈലോപ്പിള്ളി. സഹ്യൻ്റെ മകൻ എന്ന പ്രസിദ്ധമായ കവിത എഴുതിയത് വൈലോപ്പിള്ളി. അടുത്ത ചോദ്യം, സൂകരം എന്ന വാക്കിനർത്ഥം പന്നി. സൂകരം, പന്നി. അടുത്ത ചോദ്യം, ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ബോധേശ്വരൻ. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ബോധേശ്വരൻ. അടുത്ത ചോദ്യം, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നെഴുതിയ കവി അക്കിത്തം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നെഴുതിയ കവി അക്കിത്തം. അടുത്ത ചോദ്യം, ചുവപ്പുനാട എന്ന ശൈലിയുടെ അർത്ഥം അനാവശ്യമായ കാലവിളംബം. ചുവപ്പുനാട എന്ന ശൈലിയുടെ അർത്ഥം അനാവശ്യമായ കാലവിളംബം. അടുത്ത ചോദ്യം, ഭൈമി കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം സ്ഥാനമോഹികൾ. ഭൈമി കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം സ്ഥാനമോഹികൾ. അടുത്ത ചോദ്യം, വേദശബ്ദ രത്നാകരം എന്ന ബൈബിൾ നിഘണ്ടു രചിച്ചത് ആര്? ഡോക്ടർ ഡി ബാബു പോൾ. വേദശബ്ദ രത്നാകരം എന്ന ബൈബിൾ നിഘണ്ടു രചിച്ചത് ഡോക്ടർ ഡി ബാബു പോൾ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏലിയറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലയാളത്തിലെ കവി NN കക്കാട്. കേരളത്തിലെ ഏലിയറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലയാള കവി NN കക്കാട്. അവസാനത്തെ ചോദ്യം, മലയാളത്തിലെ വ്യഞ്ജന അക്ഷരങ്ങളുടെ എണ്ണം 36. മലയാളത്തിലെ വ്യഞ്ജന അക്ഷരങ്ങളുടെ എണ്ണം 36. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.